ഹായ് ഫ്രണ്ട്സ്, എല്ലാവരുടെയും വിശേഷമൊക്കെ എന്താണ്? സുഖമാണല്ലോ അല്ലേ? ഞാൻ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഒരു വ്ളോഗുമായിട്ട് വന്നേക്കാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും റിയാക്ഷൻ വീഡിയോസൊക്കെയാണ്. ഇപ്പോൾ എന്തായാലും ഒരു വ്ളോഗ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു വ്ളോഗുമായിട്ട് വന്നേക്കാണ് കേട്ടോ. ഒരുപാട് പേര് പറഞ്ഞു ഇടയ്ക്കൊക്കെ ഒരു വ്ളോഗ് ചെയ്യണേന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ജസ്റ്റ് ഒരു വ്ളോഗ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. ഇത് ഞങ്ങൾ പാലക്കാട് ഉള്ള വ്ളോഗാണ് കേട്ടോ. പാലക്കാടും പത്തനംതിട്ടയും ഷൊർണൂരും എല്ലാം കൂടി മിക്സഡ് ആയിട്ടുള്ളൊരു വീഡിയോസാണ് കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇത് പിന്നെ അനിയത്തിയുടെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. ഫൈസി മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഷൊർണൂർ പോയിട്ടുണ്ടായിരുന്നു. അന്നേരം എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. അവൻ ഇതാ കേക്കൊക്കെ ആയിട്ട് വരുന്നുണ്ട്. കേക്ക് അതിൻ്റെ ഇടയിൽ ജസ്റ്റ് ഒന്ന് വീണിട്ട് പണിയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കേക്കിൻ്റെ മുകൾ വശമൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അവനതാ കേക്കൊക്കെ ആയിട്ട് അകത്തോട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് വിഷ് ചെയ്തിട്ട് വിളിക്കുന്നുണ്ട്. ഇങ്ങോട്ട് വാ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അമ്മയും ഐഷയും പാച്ചുവും മനു എല്ലാവരും കൂടി എന്തൊക്കെയോ പറയുന്നുണ്ട്. കേക്ക് വീണതിന് ചിരിക്കുകയാണ് കേട്ടോ. കേക്ക് അതിൻ്റെ ഇടയിൽ വീണതിന് ചിരിക്കുകയാണ്. അപ്പോൾ ഒന്നും പറയാനും പറ്റില്ല കേട്ടോ. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിണങ്ങി ഓടുകയും ചെയ്യും. അതുകൊണ്ട് അങ്ങനെ ഞങ്ങളിങ്ങനെ ചിരിച്ചിട്ട് അറിയാത്ത പോലെ ഇരിക്കുന്നുണ്ട്. എൻ്റെ ഇടയിൽ ഇതൊക്കെ കഴിച്ച് കേക്കിൻ്റെതൊക്കെ എടുത്ത് മുറിക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര സന്തോഷത്തിലാണ് എല്ലാവരും, ഭയങ്കര ഹാപ്പിയിലാണ്. ഞങ്ങളിതുവരെ കുറേ നാളായി ഇങ്ങനെ കൂടിയിട്ട്. എന്താണ് ഫസ്റ്റ് ബർത്ത്ഡേക്കൊക്കെ ഇതേപോലെ കഴിക്കുക, ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരു ഇതേപോലെയൊക്കെ ചെയ്യാം, നല്ല അടിപൊളിയായിട്ട് ഗ്രാൻഡ് ആക്കാമെന്നൊക്കെ വിചാരിച്ചാണ്. ആ സമയത്താണ് വാപ്പാൻ്റെ മരണം. അന്നേരം ഒന്നും ആഘോഷിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഫസ്റ്റ് ബർത്ത്ഡേൻ്റെ സമയത്തായിരുന്നു വാപ്പ മരിച്ചത്. അപ്പോൾ ആ ഒരു ഇതും എല്ലാം പ്ലാൻ ചെയ്തിട്ടൊക്കെ വെച്ചതാണ്. പക്ഷെ നമ്മളത് നമ്മൾ എല്ലാം എല്ലാവരും പഴമക്കാർ പറയുന്നത് പോലെ നമ്മൾ ഒരിക്കലും മുൻകൂട്ടി ഒന്നും പ്ലാൻ ചെയ്യരുത്. അത് സത്യമാണ് കേട്ടോ. ഒരിക്കലും അങ്ങനെ പ്ലാൻ ചെയ്ത് ഒന്നും നടക്കില്ല. നമ്മൾ മുൻകൂട്ടി ഒന്നും പ്ലാൻ ചെയ്യാനോ ഇതാകാനോ ഒന്നിനും പറ്റില്ല. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ആ കാര്യങ്ങളൊന്നും നടന്നില്ല. അപ്പോൾ പിന്നെ ഇതാ ഇപ്പോഴാണ് എല്ലാം ഇതായിട്ട് ഇപ്പോഴാണ് ഒന്ന് ഇങ്ങനെ ഒന്നിക്കാൻ പറ്റിയത്. ഇതാ കേക്കൊക്കെ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം ഓരോ ഇതിലെ സ്വപ്നം, മരണവും ജനനവും എല്ലാം ഒരു സ്വപ്നത്തിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ വാപ്പ മരിച്ച് 3 വർഷം കഴിഞ്ഞു. അപ്പോൾ അവനക്കിതുപോലെ 3 വയസ്സ് കഴിഞ്ഞു. അങ്ങനെ എന്താ പറയുക, ഒന്നും എല്ലാം പടച്ചോൻ്റെ കയ്യിലാണ്. നമുക്കൊന്നും ഇതാകാൻ പറ്റില്ലല്ലോ. വാപ്പ ഉണ്ടായിരുന്നെങ്കിൽ നല്ലൊരു ഇതായിട്ട് കഴിയേണ്ടതായിരുന്നു. അന്ന് ഫസ്റ്റ് ബർത്ത്ഡേ ഒക്കെ ഞങ്ങൾ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒന്നും നടന്നില്ല. എല്ലാം വിധി. ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് അനിയത്തിയാണ്. പുതിയ സബ്സ്ക്രൈബേഴ്സിനൊന്നും അറിയില്ലായിരിക്കും. ഇതെൻ്റെ അനിയത്തി. അവൾക്ക് 3 മക്കളാണ് കേട്ടോ. 2 ആൺകുട്ടിയും 1 പെൺകുട്ടിയാണ്. 3ാമത്തെ പെൺകുട്ടിയാണ് കേട്ടോ. അപ്പോൾ അതാ കേക്കൊക്കെ മുറിച്ചിട്ട് എല്ലാവരും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനും കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കേക്ക് മുറിക്കണതിൻ്റെ ഇടയിൽ ചോറ് തിന്നുന്ന പോലെ ബാക്കി എടുത്ത് തിന്നുന്നുണ്ട്. ഐഷയൊക്കെ അത് കണ്ടില്ലേ, എടുത്ത് സൈഡിൽ താഴെ വീണിട്ട് മുറിഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നക്കുന്നുണ്ട്. അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മനു കൊടുക്കുന്നുണ്ട് കേട്ടോ. മനു ഇതെൻ്റെ ബ്രദറാണ്. അവനക്ക് ഓട്ടിസം ഉള്ളൊരു മോനാണ് കേട്ടോ. പുതിയ സബ്സ്ക്രൈബേഴ്സിനൊന്നും അറിയില്ലായിരിക്കും. അവൻ്റെ കാര്യങ്ങളെല്ലാം അവൻ ചെയ്യും. പിന്നെ ചെറിയൊരു ഇത് അത്രയേ ഉള്ളൂ, അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അതാ കേക്ക് മുറിക്കലൊക്കെയാണ്. ഇതാ അമ്മ കൊടുക്കുന്നുണ്ട്. ചെറുത് പിന്നെ ഉമ്മാനെ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ആരെയും വേണ്ട കേട്ടോ. ഞങ്ങളൊക്കെ പോകുന്ന സമയത്ത് ഭയങ്കര സന്തോഷമാണ്. അവിടെ ആരും എടുക്കാനും പിടിക്കാനൊന്നും ഇല്ലല്ലോ. അവർ മാത്രമല്ലേ ഉള്ളൂ. റസാക്ക് പിന്നെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ അനിയത്തിയും അവളും മാത്രമല്ലേ ഉള്ളൂ. കുട്ടികൾ സ്കൂളിലും പോവും. അപ്പോൾ അത് കാരണം ഞങ്ങൾ പോയി കഴിഞ്ഞാൽ അവൾക്ക് ഭയങ്കര ഇതാണ് കേട്ടോ. ഞങ്ങളുടെ ഒക്കത്തൊന്നും മാറുകയില്ല, അടുത്തൊന്നും മാറുകയില്ല കേട്ടോ. പിന്നെ തയ്ക്ക കേക്ക് കൊടുക്കുന്നുണ്ട്. ഇത് ഞങ്ങളൊക്കെ ഒരുമിച്ചിട്ട് ഒത്തിരി നാളായിട്ട് ഇതുപോലെ ഒരുമിച്ചിട്ട് ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഇങ്ങനെ പ്ലാൻ ചെയ്തു, ഒന്നും നടന്നില്ല. അത് കഴിഞ്ഞപ്പോൾ ഇപ്പോഴാണ് കേട്ടോ ഒന്ന് ഒന്നിക്കാൻ പറ്റിയത്. ഗൾഫിൽ നിന്നൊക്കെ പോയി വന്നതിന് ശേഷം ഇപ്പോഴാണ് എല്ലാവരും ഒന്നിക്കുന്നത്. ഇപ്പോൾ എന്തായാലും പിന്നെ ഞങ്ങൾ പാലക്കാട് ഉണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ ഇനി ഇടയ്ക്ക് പോകും വരികയൊക്കെ ചെയ്യും. ഞാൻ പത്തനംതിട്ടയിലുള്ളത് കൊണ്ട് പിള്ളേരുടെ സ്കൂളും കാര്യങ്ങളൊക്കെ ആയിട്ട് പാലക്കാട് വരവൊക്കെ കുറവായിരുന്നു. പിന്നെ ഇപ്പം എന്തായാലും അവിടെ ഉള്ളത് കൊണ്ട് പിന്നെ ഇനിയിപ്പോൾ ഇടയ്ക്കൊക്കെ എല്ലാവരുമായിട്ട് കൂടും ഒക്കെ ചെയ്യാം. ഇനിയിപ്പോൾ ഇടയ്ക്ക് പത്തനംതിട്ടയിൽ വരുമ്പോൾ അങ്ങനെ അങ്ങനെയും കൂടാം. അങ്ങനെയൊക്കെ ആണ് ഇപ്പോഴത്തെ ഇത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് കേക്ക് എല്ലാവരും ചോറ് തിന്നും പോലെ തിന്നുകയാണ്. ഞാനിപ്പോൾ ഇത് റെക്കോർഡ് 2-3 പ്രാവശ്യം റെക്കോർഡ് ചെയ്തിട്ട് അതെന്തോ ഇപ്പോൾ വ്ളോഗ് ഒരുപാട് ചെയ്യാത്തത് കൊണ്ടാണ് എന്തോ കറക്റ്റായിട്ട് കിട്ടുന്നില്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇതായി പോകുന്നു, കട്ടായി പോകുന്നു. ഇപ്പോൾ 2-3 പ്രാവശ്യം ഇതായിട്ടാണ് ഈ ഒരു വീഡിയോ തന്നെ എന്തോ ശരിയായത്. വോയിസ് എന്തോ കൊടുക്കുമ്പോൾ അത് ക്ലിയർ ആകുന്നില്ല, എന്താണെന്നറിയില്ല. അത് കഴിഞ്ഞ് അമ്മിയും
ഇഷയും മനുവും പാച്ചും ഒക്കെ കൂടി ഇനി എന്തൊക്കെയോ എഴുതിയിട്ട് കൊടുക്കുന്നുണ്ട്. പാച്ചു എഴുതിയില്ല, ഇത് ആമി ഇഷയും കൂടെ വീട്ടിൽ നിന്ന് എന്തൊക്കെയൊക്കെയോ എഴുതി പ്ലാൻ ചെയ്തിട്ട് വന്നതാണ് കേട്ടോ. അവരിതാ എഴുതി വിഷസൊക്കെ എഴുതിയിട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ആമി എന്തൊക്കെയോ കൊടുക്കുന്നത്. ഇപ്പോൾ മനുവിന് ആമി ചെയ്ത് കൊടുത്താണ് കേട്ടോ. ആമി പിന്നെ ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യാൻ പിന്നെ ഭയങ്കര എക്സ്പേർട്ടാണ്, എല്ലാം അടിപൊളിയായിട്ട് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ അതൊക്കെ ചെയ്ത് സ്പൈഡർമാനാണ് അവൾ കൊടുക്കുന്നത്. ഒരു കുഞ്ഞ് സ്പൈഡർമാനൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. വലിയ സ്പൈഡർമാൻ കൊടുക്കാമെന്ന് വിചാരിച്ചാണ്, ബുക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴേക്ക് ഡേറ്റ് ഇതായിപ്പോയി. ഡേറ്റ് ഇത് ബർത്ത്ഡേ കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് വരുന്നത്, ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ. പിന്നെ അത് ബുക്ക് ചെയ്യാനും പറ്റിയില്ല. പിന്നെ അത് ആമി ഒരു പേപ്പർ ഇൻവിറ്റേഷൻ കാർഡിൽ എന്തൊക്കെയോ ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആമി പിന്നെ ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യാൻ ഭയങ്കര എക്സ്പേർട്ടാണ്, അതൊക്കെ അടിപൊളിയായിട്ട് ചെയ്യും. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് ഇതാ കൊടുത്തിട്ടുണ്ട്. വലിയൊരു സ്പൈഡർമാൻ കൊടുക്കണമെന്ന് വിചാരിച്ചത് പറ്റിയില്ല. ഇനിയിപ്പോൾ എന്തായാലും ഇനി പിന്നെ വാങ്ങിച്ചു കൊടുക്കണം അവനക്ക്. ഗിഫ്റ്റൊന്നും ഇല്ലയെന്ന് ചോദിച്ചിട്ട് പറയരുത് കേട്ടോ അവനക്ക്. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് ഒരു ദിവസം ഇനി പാലക്കാട് വരുന്ന സമയത്ത് വാങ്ങിച്ചു കൊടുക്കണം. അതൊക്കെ അവനക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അതൊക്കെ എഴുതി കൊടുത്തത് അത് പിള്ളേരുടെ ഓരോരോ ഇത് അതിനനുസരിച്ചിട്ടൊക്കെ ഓരോന്ന് ചെയ്ത് എഴുതിയൊക്കെ കൊടുത്ത് നല്ല ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആമി നല്ല അടിപൊളിയായിട്ട് എല്ലാം എഴുതി വരച്ച്. ആമി 2 ദിവസത്തേതാണ് കേട്ടോ. അവൾക്ക് യൂണിറ്റ് ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ ഇടയിൽ ഇതാണ് കേട്ടോ പരിപാടി, ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇതിലൊക്കെ എല്ലാം എഴുതി എല്ലാവർക്കും അവൾ ചെയ്യുന്നത് പോലെ ഇഷയ്ക്കും ചെയ്യണം. ഇഷയ്ക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ അറിയൂല, എന്നാൽ അവൾക്ക് ചെയ്യുകയും വേണം. അതുപോലെ അവളപ്പോൾ എല്ലാം ചെയ്ത് കൊടുത്തു. അതെല്ലാം അടിപൊളിയാക്കി. ഇപ്പോൾ പാച്ചുവിനൊന്നും കൊടുക്കാനില്ല എന്ന് പറഞ്ഞിട്ട് എവിടെയോ ഇരുന്നിട്ടൊരു ട്രോഫി എടുത്തിട്ട് അതെടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൊടുത്ത് എല്ലാവരും ഇതായിട്ട് ഇരിക്കുന്നുണ്ട്. ചെറുതിന് പിന്നെ ഭയങ്കര വികൃതിയായിട്ടുണ്ട്. ഇപ്പോൾ താഴെ മുട്ടുകുത്തി നടക്കുന്നത് കൊണ്ട് താഴെ കിടക്കുന്നതെല്ലാം പെറുക്കി തിന്നും. അങ്ങനെ ഞങ്ങളൊക്കെ ആയപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാനൊക്കെ ആളുണ്ട്. ആരും ഇല്ലാണ്ടാകുമ്പോൾ അവൾക്ക് ഭയങ്കര നിർബന്ധവും കാര്യങ്ങളൊക്കെയാണ്, ഒരാൾ എടുത്തിട്ടേ ഇരിക്കണം. അപ്പോൾ പ്രായം അങ്ങനത്തെ അല്ലേ. പിന്നെ അതാ എല്ലാവരും ഉമ്മ കൊടുക്കുന്നുണ്ട്, ഉമ്മയൊക്കെ കൊടുത്ത് ഇതാക്കണം. ഉമ്മ കൊടുത്ത് അതേപോലെ തുടയ്ക്കണമുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ തിരിച്ച് വരുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ് കേട്ടോ. ആ ഡോറിൻ്റെ സൈഡിലാണ് നിൽക്കുന്നത്. ഡോറിൻ്റെ സൈഡിൽ അങ്ങനെ ആരും നിൽക്കരുത്, നിൽക്കുന്ന സമയത്ത് സൂക്ഷിച്ച് വേണം നിൽക്കാൻ. പിന്നെ അവിടെ കാല് വെച്ചിട്ടുണ്ട്. ഭയങ്കര കാറ്റായതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ വന്ന് ഡോറ് ക്ലോസ് ആകും, അത് ശ്രദ്ധിക്കണം എല്ലാവരും. ആരും അങ്ങനെ നിൽക്കരുത്, പ്രത്യേകിച്ച് പിള്ളേരെയും കൊണ്ടൊന്നും അങ്ങനെ നിൽക്കരുത് കേട്ടോ. അങ്ങനെ അങ്ങനെ അതൊക്കെ ആയിരുന്നു വീട്. പിന്നെ എന്നെയും വിളിക്കുന്നുണ്ട് കേട്ടോ. ഞാനും വിളിച്ചിട്ട് ഒരു റീല് പോലെ എടുക്കാമെന്നും പറഞ്ഞിട്ട്, എനിക്ക് പേടിയാണ് ഇങ്ങനെയൊക്കെ നിൽക്കാനും പിടിക്കാനൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ഇപ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊന്നും ചെയ്തിട്ടുമില്ല എടുത്തിട്ടുമില്ല. എപ്പോഴാണ് ഇപ്പോൾ കുറച്ച് പ്രായം നമ്മളെ എല്ലാം ഒതുങ്ങുമ്പോഴല്ലേ നമുക്ക് എല്ലാത്തിനും സമയം കിട്ടുള്ളൂ എന്ന് പറയാം. ആ ഒരു പ്രായത്തൊന്നും നമ്മളിങ്ങനെയൊന്നും ചെയ്യൂല, ഇതാവില്ല. പിന്നെ ഇപ്പോൾ ഒരു പ്രായം കഴിയുമ്പോൾ മക്കളൊക്കെ വലുതായി കഴിയുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള റീൽസും കാര്യങ്ങളൊക്കെ എടുക്കാൻ കൂടുതലായിട്ട് ടൈമും കിട്ടുന്നത്. പിന്നെ അത് അവിടെ നിന്ന് അനിയത്തിൻ്റെ അവിടെ നിന്ന് എടുത്ത ഫോട്ടോസൊക്കെയാണ് കേട്ടോ. അത് അവളുടെ വീടാണ്. അപ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങനെയൊന്ന് എടുത്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് ഇട്ടത്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വ്ളോഗായിട്ട് വരാൻ നോക്കാം. ഒരുപാട് പേര് പറയുന്നുണ്ട് ഇടയ്ക്ക് വ്ളോഗൊക്കെ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. നോക്കട്ടെ, റിയാക്ഷൻ വീഡിയോ മാത്രം ഇടാതെ വ്ളോഗും ചെയ്യുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നോക്കട്ടെ, ജസ്റ്റ് ഇടയ്ക്കൊക്കെ ഇടത്. പിന്നെ എൻ്റെ പാലക്കാട് പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ആമിയും കൊണ്ട് ഇങ്ങനെ ഞങ്ങളിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ്. അവിടെ ഇങ്ങനെ വൈകുന്നേരങ്ങളിലൊക്കെ ഇങ്ങനെ ഞങ്ങൾ ചുമ്മാ ഇറങ്ങും. എപ്പോഴും ഇങ്ങനെ വീട്ടിൽ കുത്തിയിരിക്കണ്ടല്ലോ എന്ന് പറഞ്ഞ് ജസ്റ്റ് ഇങ്ങനെ ഇറങ്ങും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചുമ്മാ എടുത്തൊരു വീഡിയോ ആണ്. പാടങ്ങളും പച്ചപ്പ് നിറഞ്ഞ പ്രദേശങ്ങളിലാണ് കേട്ടോ പാലക്കാട്. ചൂടാണെങ്കിൽ ഭയങ്കര ചൂടും, തണുപ്പാണെങ്കിൽ ഭയങ്കര കൊടും തണുപ്പുമായിട്ടുള്ള പ്രദേശമാണ് പാലക്കാട്. അങ്ങനെയുള്ളൊരു ഇതാണ്. ഈർപ്പം കൂടുതലാണ് കേട്ടോ. ചുമരിലൊക്കെ ഈർപ്പം നിന്നിട്ട് ചുമരൊക്കെ ഇങ്ങനെ വിണ്ട് വരുന്ന ഒരു ഇതാണ്, ഭയങ്കര ഈർപ്പമാണ്. ആമിക്കാണെങ്കിൽ കൈവേദന, അവൾക്ക് ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. 10 വയസ്സിൻ്റെ ഇതുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൈവേദനയും ഉണ്ട് അവൾക്ക്. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ സെൽഫി സ്റ്റിക്കും എടുത്തിട്ടില്ല. അപ്പോൾ ആ ഒരു ഇതിലെടുത്തത് കൊണ്ട് തന്നെ ക്യാമറ തിരിച്ച് വെക്കാനും പറ്റില്ല. ജസ്റ്റ് ഇതൊന്നും അങ്ങനെ അപ്ലോഡ് ചെയ്യണില്ല എന്ന് വിചാരിച്ചു ചുമ്മാ. പിന്നെ വീഡിയോസൊന്നും എടുക്കാനും പറ്റിയില്ല, റിയാക്ഷൻ വീഡിയോസൊന്നും എടുക്കാനും പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഉള്ള വീഡിയോസുകളൊക്കെ ഒരുപാട് പേര് ഇങ്ങനെ റിയാക്ഷൻ ഇത് വ്ളോഗും ചെയ്യുമെന്ന് പറയുന്നത്. അതുകൊണ്ട് ജസ്റ്റ് ഞാൻ പിന്നെ എല്ലാ വീഡിയോസും കൂടി കൂട്ടിയിട്ടൊരു 2-3 ദിവസത്തെ വീഡിയോസുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ കൂടി കൂട്ടിച്ചേർത്തിട്ടൊരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്താണ് കേട്ടോ. അപ്പോൾ പാലക്കാടത്തെയും ഷൊർണൂരത്തെയും പത്തനംതിട്ടത്തെയും എല്ലാം കൂടെ മിക്സഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇട്ടത്.
ഇത് കണ്ടോ നല്ല പച്ചപ്പ് നിറഞ്ഞൊരു സ്ഥലമാണ്. പിന്നെ കൊറ്റികളുണ്ടായിരുന്നു കേട്ടോ അവിടെ, അങ്ങനെ പറന്നു പോകുന്ന വീഡിയോ ഫ്രണ്ട് ക്യാമറ ആയിപ്പോയി, ബാക്ക് ക്യാമറ എടുക്കുമ്പോഴേക്കും അത് പറന്നു പോയിട്ട് കുറേ എണ്ണം ഉണ്ട് പറന്നു പോകുന്നൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതിനെന്നെ വഴക്ക് പറയണം, അത് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. ജസ്റ്റ് പിന്നെ വണ്ടിയിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്കത് എടുക്കാൻ പറ്റില്ലല്ലോ, പെട്ടെന്ന് കൈ ഇതായി പോയില്ല. ഒന്നാമത്തെ എനിക്ക് പേടിയാണ് വണ്ടിയിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ എടുക്കാൻ. ഓരോ വ്ളോഗേഴ്സൊക്കെ ഇങ്ങനെ എടുക്കുന്നത് അവരൊക്കെ സമ്മതിക്കണം അങ്ങനെ തന്നെ ഈ വീഡിയോസൊക്കെ എടുക്കുന്നു എന്നുള്ളത്. പിന്നെ നമുക്ക് ഇങ്ങനെ വണ്ടിയിൽ പോകുന്ന സമയത്ത് പിടിക്കാനുള്ള ഒരു ഇതും കിട്ടില്ല, എടുക്കാനും ഫോൺ കയ്യിൽ നിന്ന് താഴെ പോവോ എന്നുള്ളൊരു പേടിയും ഇതൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഇതാണ് എടുക്കുന്ന സമയത്ത്. എങ്ങനെയൊക്കെയോ എടുത്തൊരു വീഡിയോസ് കണ്ടിട്ട് ചുമ്മാ ഞാനിത് ഷോർട്സ് പോലെ ഇടാമെന്ന് പറഞ്ഞിട്ട് എടുത്താണ്. പിന്നെ ഇപ്പോൾ വീഡിയോസൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്നാൽ ശരി എന്നാൽ ഇത് വ്ളോഗ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചെയ്താണ് കേട്ടോ. അത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങൾ പത്തനംതിട്ടയിലോട്ട് വന്നു. അന്നേരം എടുത്ത വീഡിയോ ആണ് കേട്ടോ അത്. ട്രെയിനിൽ വരുന്ന സമയത്ത് എടുത്ത വീഡിയോ ആണ്. ഞങ്ങൾ ട്രെയിനിൽ അല്ലെങ്കിൽ കാറിലൊക്കെയാണ് പത്തനംതിട്ടയിൽ പോവാറ് കേട്ടോ. ഇപ്പോൾ ഇത് ചെയ്യേണ്ട സമയത്ത് എനിക്ക് ഉറക്കം വരും. ഞാനിപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് പത്തനംതിട്ടയിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ എടുത്ത് ചുമ്മാ എന്നെടുത്താണ്. പിന്നെ അതാ ചെങ്ങന്നൂർ എത്തി. ചെങ്ങന്നൂർ എത്തിയപ്പോൾ അവർക്ക് ഇതിൽ കയറണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതാ അപ്പുറത്തൂടെ കയറി ഇപ്പുറത്തൂടെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ രണ്ടും കൂടെ. പിന്നെ രണ്ടിനും പിന്നെ ഇതിൽ കയറാനൊന്നും പേടിയില്ല കേട്ടോ. എനിക്ക് പൊതുവേ പേടിയാണ്, പെട്ടെന്ന് കയറുന്ന സമയത്തൊക്കെ വീഴുമോ എന്നുള്ളൊരു പേടിയാണ്. അവർക്ക് പിന്നെ പേടിയൊന്നുമില്ല, ഒറ്റയ്ക്ക് തന്നെ രണ്ടും കൂടെ പിടിച്ച് ആമി പിടിക്കണ്ടെന്ന് പറഞ്ഞ് ആയിഷ ഒറ്റയ്ക്ക് തന്നെ കയറിയായിരുന്നു കേട്ടോ. ഒറ്റയ്ക്ക് കയറി ഇറങ്ങുന്ന ഇതാണ് കേട്ടത്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ അവിടെ നിന്ന് പിന്നെ ബസ്സിന് പോകണമല്ലോ, ബസ്സിന് പോയി. അത് കഴിഞ്ഞ് വീട്ടിലെത്തി. പിറ്റേ ദിവസം ഞങ്ങൾ പിന്നെ ആമിക്കല്ല ആമി പിന്നെ അമ്മാൻ്റെ കൂടെ കല്യാണത്തിന് പോയി. ഈശയ്ക്ക് ചെരുപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് ചെരുപ്പ് വാങ്ങിക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. അവിടെ ചെരുപ്പൊക്കെ ചെറുതായപ്പോൾ പിന്നെ ഇവിടെ വന്നപ്പോൾ അങ്ങനെ ചെരുപ്പ് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് ഈ ചെരുപ്പാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഫലൂഡ വേണമെന്ന് പറഞ്ഞിട്ട് ഫലൂഡ കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. അവിടെ നിന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ. ആമി പിന്നെ കല്യാണത്തിന് പോയത് കൊണ്ട് ആമി അതാണ് ഇതിൽ ഇല്ലാത്തത്. പിന്നെ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞ് മുടി വെട്ടണമെന്ന് പറഞ്ഞിട്ട് മുടി വെട്ടാൻ പോകാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് ഇക്കാടെ മാമിക്ക് വയ്യായിരുന്നു, ഇവിടെ കായംകുളത്ത് മാമിക്ക് വയ്യായിരുന്നു. അപ്പോൾ അവിടെ വയ്യാതെ കിടക്കുകയാണ്. അപ്പോൾ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പെട്ടെന്ന് അങ്ങോട്ടും പോയി. അതൊക്കെ കഴിഞ്ഞ് വൈകിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൂ. ചെറിയ ചെറിയ വീഡിയോസൊക്കെ കോർത്ത് ഇണക്കിക്കൊണ്ടുള്ള വീഡിയോസാണ്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എങ്ങനെയൊക്കെയുള്ള വീഡിയോസൊക്കെയാണ് വേണ്ടതെന്നൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. ഇടയ്ക്ക് റിയാക്ഷൻ വീഡിയോയും ഇടയ്ക്ക് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരാൻ ശ്രമിക്കാം കേട്ടോ. പിന്നെ മാമിയെ കാണാൻ പോയി. അതൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകിട്ടാണ് വന്നത്. അപ്പം അത്രയൊക്കെയുള്ളൂ വീഡിയോ. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എങ്ങനെയുള്ള വീഡിയോസൊക്കെ വേണമെന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ, കുഞ്ഞു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ബൈ.